ഇന്ന് പിള്ളേരുടെ കണ്ണെഴുതുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. നല്ല സിമ്പിളായിട്ട് കണ്ണെഴുതുന്നത് കാണിക്കാം കേട്ടോ. ആദ്യം ഇപ്പോൾ കണ്ണിനകത്തുള്ള കൺമഷിയോ കരിയോ ഒക്കെ നമ്മൾ ഒന്ന് മാച്ച് കളയണം. അതല്ല മോയ്സ്ചറൈസറും ക്രീമോ എന്തെങ്കിലും ക്രീം ഇട്ട് അല്ലെങ്കിൽ നല്ലോണം സോപ്പ് ഇട്ട് കഴുകിയാൽ മതി. കണ്ണ് കാണിക്കേ. ആദ്യം ഈ പുരുക ഒന്ന് ജസ്റ്റ് ഒന്ന് ചീകി വെക്കുക ബ്രഷ് വെച്ചിട്ട്. കൺമഷി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കണ്ണെഴുതുന്നതാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. സാധാരണ പിള്ളേരെ എഴുതിക്കുന്ന കൺമഷി. ഈ തുടക്കത്തിൽ മാത്രം ഒരു ലൈൻ ഇട്ട് തെളിച്ച് കൊടുക്കുക. കൊച്ചു പിള്ളേരുടെ പുരുക എഴുതാൻ ഇതാ നല്ലത്. ഇങ്ങനെ നീട്ടി അങ്ങ് പരത്തി ഇവിടം വരെ എത്തിക്കണ്ട. ഈ സ്റ്റാർട്ടിങ്ങിൽ ലൈറ്റായിട്ട് തെളിച്ച് കൊടുത്താൽ മതി. ബാക്കി പുരുകത്തിൻ്റെ ഷേപ്പ് അങ്ങനെ തന്നെ കിടന്നോളും. പിന്നെ ഈ അവസാനം വേണമെങ്കിൽ വാല് മാത്രം ഒരു ശക്കലം നീട്ടിക്കൊടുക്കും. ഇതാണ് പിള്ളേർക്ക് കണ്ണെഴുതാൻ ഏറ്റവും നല്ലത്. ഇനി മറ്റേ കണ്ണ് ആദ്യം ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് പുരുകൻ ചുളിച്ച് പിടിക്കരുത്, നേരെ പിടിക്കണം. ഇതിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കുക നമ്മൾ ആദ്യം. ബ്രഷിൽ ശക്കലം കൺമഷി പുരട്ടിയെടുക്കുക. രണ്ട് പുരുക്കവും മിക്കവാറും രണ്ട് ഷേപ്പായിരിക്കും എല്ലാവരുടെയും. ഒരേപോലെ അങ്ങനെ ആവാൻ സാധ്യതയില്ല. എന്നാലും ഈ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഒരുപാട് ഇറക്കരുത്. പുരുകത്തിൻ്റെ ഒരു സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് വരച്ചു തുടങ്ങും. ചിരിക്കരുത്, ചിരിച്ചിരിക്കുമ്പോൾ തെറ്റിപ്പോവും. ഇത് അതുപോലെ ഒരു ലൈനിങ് തെളിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഷേപ്പായിട്ട് വന്നോളൂ. രണ്ട് പുരുകത്തിനും രണ്ട് ഷേപ്പാണ്. മിക്കവാറും എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഇതിൻ്റെ ഏതാണ്ട് തുടക്കം ഒരേ രീതിയിലാക്കി കൊടുക്കണം. ഒരു പുരുക ഇത്തിരി താഴേന്ന് തുടങ്ങിയെങ്കിൽ മറ്റേ പുരുകവും കൂടി അതുപോലെ തന്നെ താഴേന്ന് തുടങ്ങി കൊടുക്കണം. അത് നമ്മളതൊരു ടച്ച് ചെയ്താൽ കൊടുത്താൽ മതി. അപ്പോൾ പുരുകത്തിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി കണ്ണ് വരയ്ക്കാം. മീൻ കണ്ണ്. കൊച്ചു പിള്ളേർക്ക് രണ്ട് വാലിട്ട് കണ്ണെഴുതുന്ന ഒരു മീൻ കണ്ണുണ്ട്. അത് നമുക്ക് കൺമഷി വെച്ച് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നല്ല ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഐലൈനർ വെച്ചിട്ട് എഴുതി കാണിക്കാം കേട്ടോ. കൊണ്ടുപോയി കണ്ണടച്ചിട്ട് ഈ സെൻറ്റർ മുതൽ നമുക്കങ്ങ് വരച്ചു കൊടുക്കാം. കഴിഞ്ഞില്ല. പിന്നെ ഈ മൂലയിലേക്ക് യോജിപ്പിക്കുക. എന്നിട്ട് ഈ അറ്റം വരുമ്പോൾ ഇങ്ങനെ ഒരു താഴേക്ക് ഒരു ചേരുവ ഒരു വളവുണ്ട്. അനങ്ങല് കണ്ണടയ്ക്ക്. ഇതിങ്ങനെ ഒരു കൊളുത്ത് പോലെ ഇങ്ങനെ വളച്ചെടുക്കണം. എന്നിട്ട് ഇവിടെ വരുമ്പോൾ മീൻ കണ്ണ് വരയ്ക്കാനായിട്ട് ഇത് മുകളിലേക്ക് നീട്ടി അവിടെ വരച്ചാൽ മതി. രണ്ട് വാലില്ലേ? രണ്ട് വാലുണ്ട്. അടിയിലത്തെ വാല് വരയ്ക്കട്ടെ. അടിയിലത്തെ വാല് ഇവിടുന്ന് അടിയിലത്തെ വാല് താഴേക്ക് അങ്ങ് വരയ്ക്കും. കണ്ടോ? രണ്ടുപേരെ നീളമാണ് വേണ്ടത്. അടിവശം കണ്ണ് തുറന്ന് പിടിക്കുക.
കണ്ണി പോവാതെ പതുക്കെ. പിള്ളേർ കണ്ണൊക്കെ അടച്ചുകൊണ്ടിരിക്കും, നമ്മളത് കണ്ണിൻ്റെ ഉള്ളിൽ പോകും. അങ്ങനെ ഇച്ചിരി താഴേക്ക് കട്ടിയായി പോയാലും കുഴപ്പമൊന്നുമില്ല. നോക്കിക്കോ, അപ്പോൾ അതൊരു മീനിൻ്റെ ഷേപ്പിലായി. തുറന്ന് പിടിച്ച കണ്ണ് ശരിക്കും തുറന്ന് പിടിച്ച ഒരു കണ്ണ് ശരിയാവും. മറ്റേ കണ്ണും അതുപോലെ തന്നെ വരയ്ക്കും. അടയ്ക്ക്. ഇതെൻ്റെ വലത് കൈ പാടുള്ള കണ്ണായതുകൊണ്ട് എനിക്കിങ്ങനെ വരയ്ക്കാൻ നല്ല എളുപ്പമുണ്ട്. ഈ കണ്ണ് വരയ്ക്കാൻ മറ്റേ കണ്ണ് വരച്ചേക്കാൾ. ഇവിടെ വരുമ്പോൾ ഒരു ഹുക്ക് പോലെയുണ്ട് ഈ അറ്റത്തൊരു ഹുക്ക് പോലെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അത് എണീറ്റ് നിന്നിട്ടൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇപ്പം ഇരിക്കുന്നതുകൊണ്ടാണ്. മുകളിലത്തെ കണ്ണ് വരച്ച് കഴിഞ്ഞു. ഇനി താഴത്ത് മുകളിലേക്ക് നോക്കി. തുറന്ന് കണ്ണ് തുറന്നല്ലേ ഇരിക്കുന്നേ. ഇവിടെ ഒരു കുത്ത് വേണം. ഓക്കെ ഇടാം. അപ്പോൾ നല്ല മുഴുത്ത കണ്ണായിട്ട് തോന്നും. കൊച്ചു പിള്ളേരുടെ കണ്ണ് ഇങ്ങനെ എഴുതുന്നത് നല്ലതാണ്. വേറെ ഐ ഷാഡോ ഒന്നും ഇടാതെ വെറുതെ കണ്ണെഴുതുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനി ഐ ഷാഡോയോ സൺസ്ക്രീൻ ലോഷനൊക്കെ ഇട്ട് ഐ ഷാഡോയോ ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വരുമ്പോൾ ഫങ്ഷനൊക്കെ പോകാനായിട്ട് പറ്റിയ ഒരു കണ്ണെഴുത്തായത്. എന്റെ മാത്രമല്ല, ഇവന്റെ വേണം. എടുക്കാം, എല്ലാവരും എടുക്കാം. ഓ, പോയി വല്ലേ കിട്ടി.